വെൽക്കം ടു ടീം ലാംഡ. അപ്പൊ നമ്മൾ ഇന്ന് അടുത്ത സെക്ഷന്റെ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാണ്. ദ ഡിഫറൻസ് ഓഫ് ദ ടു സ്മോളർ ആംഗിൾ ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. അപ്പൊ നോക്കിയേ എന്താ തന്നിരിക്കുന്നത്, ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളിനെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും അല്ലെ, ബാക്കി രണ്ട് ആംഗിളിന് ചെക്ക് ചെയ്താൽ പോരെ. അതില് ദ ഡിഫറൻസ് ഓഫ് ദ സ്മോളർ ആംഗിൾസ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഇസ് 20 ഡിഗ്രി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് ഓൾറെഡി 90 ഡിഗ്രിയാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇയാൾ എക്സ് എന്നും ഇയാൾ വൈ എന്ന് വിളിച്ചൂടെ. നമുക്കൊരു കാര്യം അറിയാം അല്ലെ, എല്ലാം കൂടി ആഡ് ചെയ്താൽ 180 ഡിഗ്രി ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ പ്ലസ് 90 എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്, 180 ഡിഗ്രി ആണ്. ശരിയല്ലേ? കാരണം സം ഓഫ് ദ ഇന്റീരിയർ ആംഗിൾ ഓഫ് എ ട്രയാംഗിൾ 180 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 180 മൈനസ് 90 എന്ന് പറഞ്ഞാൽ അത് 90 ഡിഗ്രി അല്ലേ. അപ്പൊ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടിയല്ലേ, എന്താ അത്, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 90. ഇനി അത് അവിടെ ഇരിക്കട്ടെ. ഇനി ചോദ്യത്തിലേക്ക് പോവാം. ദ ഡിഫറൻസ് ഓഫ് ദ സ്മോളർ ആംഗിൾസ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്ന് പറഞ്ഞാൽ അത് എക്സും വൈയും അല്ലേ. ആ എക്സും വൈയും നമുക്ക് അവർ തമ്മിലെ ഡിഫറൻസ് 20 ആണെന്നാ പറഞ്ഞിരിക്കണേ അല്ലെ. അപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ എക്സ് ആണ് വലുതായിട്ട് വിചാരിച്ചിരിക്കണ വൈയിനേക്കാളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് മൈനസ് വൈനെ 20 കിട്ടി. ശരിയല്ലേ? ഇപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടിയില്ലേ. ഏതൊക്കെയാ, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 90 ഡിഗ്രി ആൻഡ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 20 ഡിഗ്രി. നോക്കൂ, എയ്തർ ആഡ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. ഞാനിപ്പോ ജസ്റ്റ് ആഡ് ചെയ്യാം. എക്സ് പ്ലസ് എക്സ് 2x, വൈന്റെ അവിടെ 0, 90 പ്ലസ് 20 110. ശരിയല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ, എക്സ് ഈക്വൽ ടു ഇവിടെ ഇൻറ്റു അല്ലേ, ഇത് അപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷൻ ആയില്ലേ, 110 ഡിവൈഡ് ബൈ 2 എത്രയത് 55. അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടി 55 ഡിഗ്രി. ശരിയല്ലേ? അത് നോക്കൂ, ഏതെങ്കിലും ഒന്നിൽ ഇട്ട് കൊടുത്താൽ മതി നമ്മള്. എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 90 അല്ലേ. എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 90 ആണെങ്കിൽ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 മൈനസ് എക്സ് അല്ലേ, എന്ന് പറഞ്ഞാൽ 90 മൈനസ് 55 അല്ലേ. എത്രയത് ആൻസർ, 35 ഡിഗ്രി അല്ലേ. അപ്പൊ നമുക്ക് കിട്ടി രണ്ടും. അപ്പൊ ഏതൊക്കെയാ നമ്മുടെ ട്രയാങ്കിളിന്റെ ആംഗിൾസ് വരാൻ പോകുന്നത്, ഒന്ന് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയ 90 ഡിഗ്രി, പിന്നെ നമ്മളിപ്പോ കണ്ടുപിടിച്ചു എക്സ് ഈക്വൽ ടു 55 ഡിഗ്രി ആൻഡ് വൈ ഈക്വൽ ടു 35 ഡിഗ്രി. ശരിയായില്ലേ നമ്മുടെ ആൻസർ? ഇത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്ത് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം കേട്ടാ. 55 പ്ലസ് 35 എത്രയാ, 90 ഡിഗ്രി ആണ്. അപ്പൊ അത് ഓക്കെയാണ്. 55 35 മൈനസ് ചെയ്ത് നോക്കി 20 കിട്ടാൻ പോണേ. അപ്പൊ നമ്മൾക്ക് കിട്ടിയ ആൻസർ കറക്റ്റ് ആണെന്ന് കിട്ടി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വെൻ എ ലാർജർ നമ്പർ ഇസ് ഡിവൈഡഡ് ബൈ എ സ്മോളർ നമ്പർ. അപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ എക്സ് എന്ന് പറയുന്നത് വലുതായിട്ടും വൈ എന്ന് പറയുന്നത് ചെറുതായിട്ടും വിചാരിച്ചു കേട്ടാ. വെൻ എ ലാർജർ നമ്പർ ഇസ് ഡിവൈഡഡ് ബൈ സ്മോളർ നമ്പർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, എക്സ് ഡിവൈഡഡ് ബൈ വൈ. ശരിയല്ലേ? ദ കോഷ്യന്റ് എന്ന് പറയുന്നതിന്റെ മുകളിൽ എഴുതുന്ന ആളല്ലേ. കോഷ്യന്റ് ആൻഡ് ദ റിമൈൻഡർ ബോത്ത് ആർ 2 എന്ന് പറഞ്ഞാൽ ഇവിടെയും 2 ആണ്. ഇത് ചെയ്ത് കഴിഞ്ഞ് ബാക്കി കിട്ടുന്ന റിമൈൻഡറും 2 ആണ്. എങ്കിലേ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതാന്നറിയോ, എക്സ് എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, എക്സ് ഈക്വൽ ടു 2y പ്ലസ് 2 എന്ന് എഴുതാൻ പറ്റും. ഇതിന് എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അതായത് 5 എന്ന് പറഞ്ഞ നമ്പറിന്റെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുക, എന്താ കിട്ടാൻ പോണേ, 2 × 2 4 അല്ലേ, റിമൈൻഡർ എത്രയാ 1 അല്ലേ. അപ്പൊ നോക്കിയേ, ഇവരെ 3 പേരും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്താന്നുള്ളത്, 2 × 2, അതായത് ഇവരെ 2 പേരും എന്ത് ചെയ്യുക, ഇൻഡു ചെയ്യുക, പിന്നെ പ്ലസ് 1 ചെയ്യുക. ശരിയല്ലേ? അപ്പൊ 2 × 2 പ്ലസ് 1 അങ്ങനെയല്ലേ കിട്ടിയത്. അതേപോലെ ഈ 2നെയും വൈനെയും ഇൻഡു ചെയ്തു പ്ലസ് 2 ചെയ്തു. ക്ലിയർ ആയില്ലേ? സിമിലർലി അടുത്തൊരു ഇക്വേഷൻ. അപ്പൊ ഇവിടെ നമുക്ക് വേണമെങ്കിൽ എക്സ് മൈനസ് 2y ഈക്വൽ ടു 2 എന്ന് എഴുതാട്ടാ. അവിടെ നിൽക്കട്ടെ. അടുത്തത്, വെൻ 5 ടൈംസ് സ്മോളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈ അല്ലാർന്നേ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈന്റെ 5 ടൈംസ് എന്ന് പറഞ്ഞാൽ 5y ആയില്ലേ. അതിനെ നമ്മൾ ലാർജർ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്താലും കോഷ്യന്റും റിമൈൻഡറും 2 തന്നെയാണ് പറഞ്ഞേക്കണേ. എന്ന് പറഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞാൽ 2 അല്ലേ. എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് അടുത്ത ഇക്വേഷൻ കിട്ടി. അത് എന്ത് ഇക്വേഷനാ, 2x പ്ലസ് 2 ഈക്വൽ ടു 5y എന്ന് കിട്ടി. ശരിയല്ലേ? ഇവര് തമ്മിൽ ഇൻഡു ചെയ്തു, അത് കഴിഞ്ഞ് പ്ലസ് 2 ചെയ്തു. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2x മൈനസ് 5y ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി നമുക്ക്, -2 എന്ന് കിട്ടിയില്ലേ. നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടിയില്ലേ. അപ്പൊ നമുക്ക് ഒന്നില്ലെങ്കിൽ എക്സുകളെ സെയിം ആക്കണം, അല്ലെങ്കിൽ വൈകളെ സെയിം ആക്കണം. അപ്പൊ ഞാൻ ഇവിടെ നോക്കിയ എക്സിനല്ലേ 2x, അപ്പൊ ഞാൻ ഇവിടെ ഈ ഇക്വേഷനെ ഫുൾ ആയിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാ. അപ്പൊ എന്താ കിട്ടാ നമുക്ക്, 2x പിന്നെ മൈനസ് 4y അടുത്തത് ഈക്വൽ ടു, ഇവിടെ 2 അല്ലേ നമുക്കുള്ളത്, 2 × 2 എത്രയാ, 4 അല്ലേ. ക്ലിയർ അല്ലേ? ഇനി നമ്മുടെ ഇവിടത്തെ ഇക്വേഷൻ, രണ്ടാമത്തെ ഇക്വേഷൻ എന്താ, അത് തന്നെ എഴുതാം. 2x മൈനസ് 5y ഈസ് ഈക്വൽ ടു -2. നോക്കിയേ, ക്യാൻസൽ ആവാൻ വേണ്ടി മൈനസ് ചെയ്താൽ പോരെ. അപ്പൊ എന്താ കിട്ടാൻ പോണ നമുക്ക്, 2x 2x പോയാൽ 0. ഇനി -4
-5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -4 -5 എന്ന് പറഞ്ഞാൽ 5 - 4 ദാറ്റ് ഇസ് 1 അല്ലേ എന്ന് പറഞ്ഞാൽ y ആയില്ലേ y ഈക്വൽ ടു 4 - -2 പ്ലസ് അല്ലേ y ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി 6 കിട്ടി അല്ലേ അപ്പൊ നമുക്ക് y ന്റെ വാല്യൂ 6 കിട്ടി ഇനി y ന്റെ വാല്യൂ 6 കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാല് x ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ പോരെ നമുക്ക് ഇതാ ഇക്വേഷൻ ഇട്ട് കൊടുക്കാം ഇവിടുത്തെ ഒന്നാമത്തെ ഇക്വേഷനിൽ എന്താ x ഈക്വൽ ടു 2 - 2y അല്ല വരാൻ പോണേ എന്ന് പറഞ്ഞാൽ അത് എന്താ വരാൻ പോണത് മൈനസ് അല്ല പ്ലസ് കേട്ടാ കാരണം ഇവിടെ മൈനസ് അല്ല അപ്പുറത്തുമ്പോ പ്ലസ് ആയി എന്ന് പറഞ്ഞാൽ അതെന്താ 2 പ്ലസ് 6 × 2 12 എന്ന് പറഞ്ഞാൽ അത് എത്രയാ 14 അപ്പൊ നമുക്ക് എത്രയൊക്കെ കിട്ടി നമ്മളുടെ നമ്പറുകൾ എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്നത് 14 കാരണം ഞാൻ എക്സിനെ വലിയ നമ്പർ ആയിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നെ y ഈക്വൽ ടു 6 കിട്ടി അപ്പൊ ഇതാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ വരാൻ പോകുന്നത്